നഗരത്തിന് ജീവൻ നൽകിയിരുന്ന നക്ഷത്രത്തിളക്കങ്ങൾ അണിഞ്ഞിരുന്നു. സമയം പാതിരാത്രിയോടടുക്കുന്നു. കട്ടിയുള്ള കറുത്ത ആകാശം ഭൂമിയിലേക്ക് ഇടിച്ചു വീഴാൻ വെമ്പുന്നത് പോലെ. അകലെ ബേപോർട്ടിന് സമീപമുള്ള പഴക്കം ചെന്ന മെമ്മോറിയൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെ നിലയിൽ ഒരു വിളക്ക് മാത്രം കത്തി നിൽക്കുന്നു. സിറ്റി കൺട്രോൾ റൂമിൽ മുഴങ്ങിയ തീവ്രമായ അലറാം സാധാരണ ഡെസ്ക് ജോലികളിൽ മുഴുകിയിരുന്ന ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ആദർശിന് നിശബ്ദതയെ ഭേദിച്ചു. സർ, എമർജൻസി കോൾ. ടവറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. മെമ്മോറിയൽ ബിൽഡിങ്ങിൽ ഒരു അപകടം. കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് കോൺസ്റ്റബിൾ പേടിയോടെ പറഞ്ഞു. ആദർശ് ഉടൻ തന്നെ ഫോൺ കയ്യിലെടുത്ത്. ആക്സിഡൻറ്റ് ഏത് തരത്തിലാണ്? അതല്ല സർ, സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് 5ാം നിലയിലെ ഒരു ഓഫീസ് റൂമിൽ ആരോ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നു. ആ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു പിയാനോ സംഗീതം നിർത്താതെ കേട്ടതുകൊണ്ട് ചെന്ന് നോക്കിയതാണത്രേ. ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അയാളെ വല്ലാതെ പേടിപ്പിച്ചു. പിയാനോ സംഗീതവും അപകടവും. ആദർശിൻ്റെ നെറ്റി ചുളിഞ്ഞു. മെമ്മോറിയൽ ബിൽഡിങ്ങിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ ബിസിനസ് കോംപ്ലക്സ് ആണ്. അവിടെ ആളനക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഉടൻ അങ്ങോട്ട് വരുന്നു. എൻ്റെ ടീമിനോട് അങ്ങോട്ട് പുറപ്പെടാൻ പറ, ആദർശ് ഉത്തരവിട്ടു. പഴയ കെട്ടിടത്തിലേക്ക് എത്തിയപ്പോൾ മഴത്തുള്ളികൾ പതിച്ച് തുളുങ്ങിയ നനഞ്ഞ ടാറിട്ട റോട്ടിൽ തൻ്റെ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. പ്രധാന കവാടത്തിനരികിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ ആദർശ് കണ്ടു. എന്താണ് കണ്ടത്? വേഗം പറ, ഗാർഡിൻ്റെ തോളിൽ പിടിച്ച് ആദർശ് ചോദിച്ചു. സർ, അകലെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ഞാൻ സ്റ്റെയർ കേസ് വഴി 5ാം നിലയിലെ 503 നമ്പർ റൂമിനടുത്ത് ചെന്നു. റൂം ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ അകത്ത് പിയാനോ സംഗീതം കേൾക്കാം. ഒരു പഴയ മെലഡിയിലായിരുന്നു അത്. ജനൽപ്പാളി വഴി ഞാൻ അകത്തേക്ക് എത്തി നോക്കി. ഒരു വലിയ മേശയ്ക്ക് മുന്നിൽ തല താഴോട്ട് തൂക്കി കൈകളിൽ രക്തം പുരണ്ട് ഒരാൾ കസേരയിലിരിക്കുന്നു. പുറത്തു കാണുന്നത് മരണമാണ് സർ, പക്ഷേ അതിലും ഭയങ്കരം. ആദർശ് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. സർ, ആ പിയാനോ കീകളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കുന്നുണ്ടായിരുന്നു. വളരെ സാവധാനം, ആ സംഗീതം മുറിയാതെ. മരണശേഷം ആരോ സംഗീതം വായിക്കുന്നത് പോലെ. ആദർശ് ഉള്ളുന്ന് തണുത്തു. സംശയം ഭയത്തിന് വഴിമാറുന്ന നിമിഷം. വാതിൽ ബലമായി തകർത്ത് അവർ അകത്തേക്ക് കടന്നു. മുറിയിൽ രക്തത്തിൻ്റെ കടുപ്പമുള്ള ഗന്ധം നിറഞ്ഞു നിന്നു. മുറിയുടെ മൂലയിലായി ഒരു പഴയ ഗ്രാൻഡ് പിയാനോ. അതിൽ നിന്നാണ് ആ ദുരൂഹ സംഗീതം പുറത്തു വരുന്നത്. മേശയ്ക്ക് മുന്നിലെ കസേരയിലിരുന്ന ആളെ അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. സിറ്റിയിലെ പ്രമുഖ വ്യവസായിയായ ശ്രീ വിജയൻ മേനോൻ. അയാളുടെ കഴുത്ത് ആഴത്തിൽ മുറിവേറ്റിരുന്നു. മരണത്തിൻ്റെ ഭയം ആ മുഖത്ത് നിഴലിച്ചില്ല. പകരം കണ്ണുകൾ തുറന്ന് ശൂന്യമായ ഒരു ഭാവം. എങ്കിലും സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞതുപോലെ വിജയൻ മേനോൻ്റെ കൈവിരലുകൾ പിയാനോയുടെ കീകളിൽ വളരെ സാവധാനം ചലിക്കുന്നു. ഒരു അവസാനത്തെ പ്രകടനമെന്ന പോലെ. ആദർശ് ഉടൻ തന്നെ പിയാനോയുടെ അടുത്തെത്തി. കീബോർഡിൽ അമർന്നിരുന്ന വിരലുകൾ ഒരുതരം മെക്കാനിക്കൽ താളമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ പിയാനോ കീകളിൽ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിലും വിജയൻ മേനോൻ്റെ കൈകളിൽ കീകളുമായി ബന്ധിപ്പിച്ചതായി കാണുന്നില്ല. അയാൾ പിയാനോയ്ക്ക് ചുറ്റും നടന്നു. പിന്നിൽ പിയാനോയുടെ മരം കൊണ്ടുള്ള അടുപ്പിന് മുകളിലായി ചുവന്ന നിറത്തിൽ എഴുതിയ ഒരു വരി ശ്രദ്ധിച്ചു. അവസാന രാഗത്തിൻ്റെ താക്കോൽ നീ കണ്ടെത്തും. വാക്കുകൾ കണ്ടപ്പോൾ ആദർശിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇതൊരു കൊലപാതകം മാത്രമല്ല, ഇതൊരു സന്ദേശമാണ്. ശബ്ദം പുറപ്പെടുവിച്ച് പിയാനോ നിശ്ചലമായി. കൃത്യം ആ സമയം വിജയൻ മേനോൻ്റെ വലത് കൈപ്പത്തി വിരലുകൾ നിവർത്തി മേശപ്പുറത്ത് വീണു. ആ കൈപ്പത്തിയുടെ നടുവിൽ ചുവന്ന മഷി കൊണ്ട് വൃത്തിയായി വരച്ച ഒരു വൃത്താകൃതിയുള്ള ചിഹ്നം. ആദർശിനത് വ്യക്തമായി മനസ്സിലായി. ഒരു ക്ലബ് ചിഹ്നം. പുറത്തും മഴയുടെ ശബ്ദം വീണ്ടും ശക്തമായി. ആദർശ് തല ഉയർത്തി. ഈ കൊലയാളി കലാപരവും നിഗൂഢമായ ഒരു കളിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ നിഗൂഢമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ ആദർശിന് കഴിയുമോ? എന്താണ് ഈ അവസാന രാഗം? മേശപ്പുറത്ത് നിശ്ചലമായി കിടന്ന ചിഹ്നം വിജയൻ മേനോൻ്റെ കൈപ്പത്തിയിലെ ക്ലബ് ചിഹ്നം. ആദർശിൻ്റെ മനസ്സിൽ ഒരു താളം പോലെ മുഴങ്ങി. ഇതൊരു ക്രൂരമായ കൊലപാതകത്തിനപ്പുറം കൊലയാളി തങ്ങളെ കളിക്കാൻ ക്ഷണിക്കുന്ന ഒരു കെണിയാണെന്ന് അയാൾക്ക് തോന്നി. ഫോറൻസിക് ടീം ഇപ്പോൾ എത്തും, ആദർശ് ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ സർ, ഒരു ഓഫീസർ മറുപടി പറഞ്ഞു. ശരി, ആരും ഇവിടെയുള്ള ഒന്നിനെയും തുടരുത്. പക്ഷേ ഈ റൂമിൻ്റെ അകവും പുറവും നന്നായി പരിശോധിക്കണം, ആദർശ് നിർദ്ദേശിച്ചു. എന്നിട്ട് അയാൾ വിജയൻ മേനോൻ്റെ ഇരുന്ന കസേരയിലേക്ക് പിന്നിലൂടെ നടന്നു. ശരീരം കസേരയിലേക്ക് ചാരുകയായിരുന്നെങ്കിലും മുറിവ് കഴുത്തിലാണ്. മരണം സംഭവിച്ചത് അധികം സമയമായിട്ടില്ല. പക്ഷേ പിയാനോയിലെ വിരൽ ചലനങ്ങൾ ആദർശിനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദർശ് പിയാനോയുടെ മുകൾ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിച്ചു. ചുവന്ന മഷി കൊണ്ട് എഴുതിയ അവസാന രാഗത്തിൻ്റെ താക്കോൽ നീ കണ്ടെത്തും എന്ന വാചകം. അതിനു തൊട്ടടുത്ത് പിയാനോയുടെ തടി കൊണ്ടുള്ള ഭാഗത്ത് ചെറുതായി കോറിയതുപോലെ ഒരു അടയാളം കണ്ടു. അതൊരു റോമൻ അക്കമായിരുന്നു. 4. റോമൻ അക്കം 4. ഒരു താക്കോലുമായി ഇതിനെന്ത് ബന്ധം? ആദർശ് സ്വയം ചോദിച്ചു. വിജയൻ മേനോൻ്റെ പഠനമുറിയാണ് അതെന്ന് ഓഫീസർമാർ ഉറപ്പിച്ചു. ചുറ്റും പല പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. കമ്പ്യൂട്ടർ ഓണാണ്. ആദർശ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് നോക്കി. മോണിറ്ററിൽ ഒരു വെബ്സൈറ്റ് തുറന്ന നിലയിൽ കണ്ടു. അത് വിജയൻ മേനോൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു
ട്രേഡിംഗ് കമ്പനിയുടേതാണ്. എന്നാൽ പേജിലെ ഉള്ളടക്കങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അതിനു പകരം കറുത്ത പശ്ചാത്തലത്തിൽ ഒരു ഗ്രാഫിക് ചിത്രം മാത്രം തെളിഞ്ഞു നിന്നു. ഒരു കാൽപാദം പതിഞ്ഞ 4 ചുവടുകൾ. ഓരോ ചുവടിലും ഒരു സംഖ്യ എഴുതിയിരിക്കുന്നു. 7, 9, 2, 4. 4 ചുവടുകൾ, റോമനക്കം 4. പിന്നെ ഈ സംഖ്യകൾ. ഇതൊരു പസിലാണോ? ആദർശ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അയാൾ പെട്ടെന്ന് മേശയുടെ അടിയിലേക്ക് കുനിഞ്ഞു. അവിടെ മേശയുടെ കാലിൽ വെളുത്ത ഒരു തുണിക്കഷ്ണം ഒട്ടിച്ചിരിക്കുന്നു. അത് ഊരിയെടുത്തപ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ സാധാരണ താക്കോലുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ തലപ്പത്ത് ഒരു കൊത്തിയ രൂപം, ഒരു കിരീടം. ആദർശ് ആ താക്കോൽ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കണ്ണോടിച്ചു. കിരീടമുള്ള താക്കോൽ. ഒരു പക്ഷേ മേശവലിപ്പിൻ്റേതാകാം. അയാൾ മേശവലിപ്പുകൾ ഓരോന്നായി പരിശോധിച്ചു. 4ാമത്തെ വലിപ്പ് പൂട്ടിക്കിടക്കുന്നു. 4 എന്ന സൂചനയുമായി അതിനൊരു ബന്ധമുണ്ടാകാം. കിരീടത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് ആദർശ് 4ാമത്തെ വലിപ്പ് തുറന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ പ്രവൃത്തിയുടെ നിഴൽ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ എൻ്റെ താളം തെറ്റിച്ചു. ഇനി എനിക്ക് അധികം സമയമില്ല. അവൻ എന്നെ തേടി വരും. അവൻ്റെ പേര്. അവിടെ ആ പേരെഴുതുന്നതിന് മുൻപ് എഴുത്തു നിലച്ചിരുന്നു. മഷി പടർന്നിട്ടുണ്ട്. എന്തോ സംഭവിച്ചതിൻ്റെ സൂചനയാണത്. ഡയറിയുടെ പേജിന് പിന്നിൽ ചെറുതായി ഒരു നിഴൽ ചിത്രം വരച്ചിരുന്നു. ആ പഴയ കെട്ടിടത്തിൻ്റെ നിഴൽ ചിത്രമാണത്. ആദർശ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തങ്ങൾ ഇപ്പോഴുള്ള മെമ്മോറിയൽ ബിൽഡിങ്ങിന് സാമ്യമുള്ളതായി തോന്നിയില്ല. അതിൽ വ്യത്യസ്തമായ ഒരു ഗോപുരമുണ്ടായിരുന്നു. താളത്തെ തെറ്റിച്ചവൻ. ആദർശ് ഡയറി അടച്ചു. പിയാനോയിലെ താളത്തിൽ തുടങ്ങി 4ാമത്തെ വലിപ്പിലൊതുങ്ങി ഡയറിയുടെ പേജിൽ അവസാനിച്ച ഇന്നു ഗൂഢമായ കളി. കൊലയാളി വിജയൻ മേനോൻ്റെ ജീവിതത്തിലെ പഴയ ഒരു രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ? ആദർശ് ക്ലബ്ബ് ചിഹ്നവും പിയാനോയിലെ 4 എന്ന അക്കവും ഡയറിയിലെ നിഴൽ ചിത്രവും മനസ്സിൽ കൂട്ടുവായിക്കാൻ ശ്രമിച്ചു. ഈ കേസിൻ്റെ ചുരുളുകൾ പുറം ലോകം അറിയാൻ കാത്തിരിക്കുന്ന ഒരു രഹസ്യത്തിൻ്റെ കവാടമാണ്. ആരാണ് വിജയൻ മേനോൻ്റെ താളം തെറ്റിച്ച ആ നിഴൽ? ഡയറിയിലെ നിഴൽ ചിത്രത്തിൻ്റെ രഹസ്യമെന്തായിരിക്കും? പോലീസ് സീൽ ചെയ്ത മുറിയിൽ ഫോറൻസിക് സംഘം അവരുടെ ജോലി തുടങ്ങുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ആദർശ് വിജയൻ മേനോൻ്റെ ഡയറിയിലെ നിഴൽ ചിത്രത്തിലും കമ്പ്യൂട്ടറിലെ 4 ചുവടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഡോക്ടർ പ്രിയൻ ആദർശിൻ്റെ അടുത്തേക്ക് വന്നു. ഇൻസ്പെക്ടർ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മരണകാരണം കഴുത്തിലെ മുറിവ് തന്നെ. ഒരു മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ റൂമിൽ നിന്നും കൊലയാളി ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, മുറിവേൽക്കുന്നതിന് മുൻപ് ഇരയെ കെട്ടിയതിൻ്റെയോ മൽപ്പിടുത്തം നടത്തിയതിൻ്റെയോ ലക്ഷണങ്ങളില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന് മരണം സംഭവിച്ച് ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞാണ് ഈ പിയാനോയിലെ താളം നിലച്ചത്. പിയാനോ സംഗീതം യാന്ത്രികമായിരുന്നില്ല. അതൊരു പഴയ ശൈലിയിലുള്ള പിയാനോയാണ്. കൈകൊണ്ട് വായിച്ചാൽ മാത്രം ശബ്ദമുണ്ടാക്കുന്ന ഒന്ന്. ആദർശ് നെറ്റിച്ചുളിച്ചു. അപ്പോൾ മരണം സംഭവിച്ചതിന് ശേഷവും ആരാണ് ഇവിടെ ഇരുന്ന് സംഗീതം വായിച്ചത്? അതാണ് ദുരൂഹം. പിന്നെ കൈപ്പത്തിയിലെ ചിഹ്നം, ക്ലബ് ചിഹ്നം. ഇത് രക്തം കൊണ്ടല്ല വരച്ചിരിക്കുന്നത്. ഒരു തരം കടുപ്പമേറിയ കറുത്ത മഷി ഉപയോഗിച്ചാണ്. പക്ഷേ കൊലയാളി വിജയൻ മേനോൻ്റെ വിരലുകൾ ഉപയോഗിച്ച് കീകളിൽ സമ്മർദ്ദം ചെലുത്തിയതായി പിയാനോ കീകളിൽ നിന്ന് കിട്ടിയ വിരലടയാളങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതൊരു നാടകീയമായ രംഗസജ്ജീകരണമായിരുന്നു, ഡോക്ടർ പ്രിയൻ പറഞ്ഞു. ഈ സമയം മുറിയുടെ മൂലയിൽ നിന്നിരുന്ന ഒരു പഴയ ലൈബ്രറി അലമാരയിലേക്ക് ആദർശൻ്റെ ശ്രദ്ധ പോയി. അതിലെ പുസ്തകങ്ങളെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നു. വിജയൻ്റെ ഡയറിയിൽ കണ്ട നിഴൽ ചിത്രം ആ കെട്ടിടത്തിൻ്റെതാകാൻ സാധ്യതയുണ്ടെന്ന് ആദർശിന് തോന്നി. ഒരു ടവർ രൂപത്തിലുള്ള ഗോപുരം. അയാൾ ആ ചിത്രത്തെക്കുറിച്ച് തിരിയാൻ ടീമിനോട് ആവശ്യപ്പെട്ടു. അതിനിടയിൽ ലൈബ്രറി അലമാരയുടെ ഏറ്റവും താഴത്തെ തട്ടിൽ മറ്റു പുസ്തകങ്ങളെക്കാൾ പുതിയതെന്ന് തോന്നിക്കുന്ന ഒരു പുസ്തകം ആദർശ് കണ്ടെത്തി. പുസ്തകത്തിൻ്റെ പേര് 4 തൂണുകൾ. ആദർശ് ആകാംക്ഷയോടെ പുസ്തകം തുറന്നു. അത് പഴയ സെറ്റുമായി ബന്ധപ്പെട്ട ചില വാസ്തുശില്പങ്ങളെക്കുറിച്ചുള്ള ചിത്രശേഖരണമായിരുന്നു. അതിലെ ഒരു പേജിൽ ഡയറിയിൽ കണ്ട അതേ നിഴൽ ചിത്രം. ചിത്രത്തിന് താഴെ ഇങ്ങനെ കുറിച്ചിരുന്നു: പഴയ തുറമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്നതും 1990കളിൽ തീപിടുത്തത്തിൽ തകർന്നതുമായ എസ്ര ബിൽഡിംഗ്. പുസ്തകത്തിലെ വിവരങ്ങൾ ആദർശ് വേഗത്തിൽ വായിച്ചു. എസ്ര ബിൽഡിംഗ് 4 പ്രധാന തൂണുകളിൽ നിലനിന്നിരുന്ന ഒരു കെട്ടിടമായിരുന്നു അത്. ഒരു പ്രത്യേക വാച്ച് ടവറും അതിനുണ്ടായിരുന്നു. വിജയൻ മേനോൻ്റെ ഡയറിയിലും കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്കിലും കണ്ട 4 എന്ന സംഖ്യ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. തകർന്ന ഒരു കെട്ടിടം കൊലയാളിക്ക് എങ്ങനെ സൂചനയാകും? ഈ നിമിഷം ആദർശിൻ്റെ മൊബൈലിൽ ബെൽ അടിച്ചു. കമ്പ്യൂട്ടറിലെ 4 സംഖ്യകളെക്കുറിച്ചുള്ള വിവരമായിരുന്നു അത്. സർ, കമ്പ്യൂട്ടറിലെ സംഖ്യകൾ 7, 9, 2, 4. അത് ഞങ്ങളുടെ ഡാറ്റാബേസിൽ തിരഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സംഖ്യകൾ വിജയൻ മേനോൻ്റെ 4 പ്രധാന ബാങ്ക് അക്കൗണ്ടുകളുമായി അവസാന അക്കങ്ങളാണ്. ഈ 4 അക്കൗണ്ടുകളിലേക്കും കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അയച്ച ആളുടെ പേര്. ഓഫീസർ നിർത്തി. ആദർശ് ആകാംക്ഷയോടെ കാതോർത്തു. അയച്ച ആളുടെ പേര് എഡ്ജ്.
അവസാന രാഗത്തിൻ്റെ താക്കോൽ, 4 തൂണുകൾ, പിന്നെ എഡ്ജ് എന്ന നിഗൂഢമായ ഒരു പേര്. കൊലയാളി ബിജൻ മേനോൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരുന്നു. പഴയ എസ്രാ ബിൽഡിങ്ങുമായി ഈ കൊലപാതകത്തിന് എന്ത് ബന്ധം? എഡ്ജ് ആരാണ്? എഡ്ജ് എന്ന നിഗൂഢമായ പേരും പഴയ എസ്രാ ബിൽഡിംഗ് എന്ന സൂചനയും ഇൻസ്പെക്ടർ ആദർശിൻ്റെ മനസ്സിൽ തീവ്രമായ ചോദ്യമുയർത്തി. കൊലയാളി ബിജൻ മേനോൻ്റെ ഭൂതകാലത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആദർശ് നേരെ സിറ്റി ആർക്കൈവ്സിലേക്ക് പോയി. എസ്രാ ബിൽഡിങ്ങിൻ്റെ ചരിത്രം അയാൾക്ക് അറിയണമായിരുന്നു. ആർക്കൈവസ് രേഖയിൽ നിന്നും ആദർശ് നിർണായകമായ വിവരം ലഭിച്ചു. 1990കളിലെ നഗരത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന എസ്രാ ബിൽഡിംഗ്. അതിലെ 4 തൂണുകൾ വളരെ പ്രസിദ്ധമായിരുന്നു. എന്നാൽ 1995-ലെ കെട്ടിടത്തിന് തീപിടിക്കുകയും 4 തൂണുകളിലൊന്ന് തകരുകയും ചെയ്തിരുന്നു. ആ ദുരന്തത്തിൽ 4 ജീവനുകൾ നഷ്ടപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതായിരുന്നു: തീപിടുത്ത സമയത്ത് വിജയൻ മേനോൻ എസ്രാ ബിൽഡിങ്ങിലെ ഒരു പ്രധാന ഓഹരി ഉടമയായിരുന്നു. തീപിടുത്തം നടന്ന തൊട്ടടുത്ത വർഷം വിജയൻ മേനോൻ ഇൻഷുറൻസ് തുക കൈപ്പറ്റുകയും സിറ്റി സെൻറ്ററിൽ പുതിയ ബിസിനസ് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് ആ തീപിടുത്തം ഒരു അപകടമായി എഴുതി തള്ളിയതായിരുന്നെങ്കിലും ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. വിജയൻ മേനോൻ ഇൻഷുറൻസ് പണം തട്ടിക്കാൻ വേണ്ടി വെച്ചതാണെന്ന്. അപ്പോൾ എസ്രാ ബിൽഡിംഗ് ഒരു അപകടമായിരുന്നില്ല, ഒരു ദുരന്തമായിരുന്നു, ഒരു പക്ഷേ ഒരു കൊലപാതകം. ആ കറുത്ത ഭൂതകാലമാണ് ഇപ്പോൾ വിജയൻ മേനോനെ വേട്ടയാടുന്നത്. ആദർശ് പിറുപിറുത്തു. ആർക്കൈവ്സ് ഉദ്യോഗസ്ഥൻ ഒരു പഴയ ഫോട്ടോ ആദർശിന് നൽകി. തകർന്നെടുക്കുന്ന എസ്രാ ബിൽഡിങ്ങിൻ്റേതായിരുന്നു അത്. അതിലെ പ്രധാന ഗോപുരം ശ്രദ്ധിച്ച് ആദർശ് ഞെട്ടി. ഗോപുരത്തിൻ്റെ മുകളിൽ കറുത്ത കല്ലുകൊണ്ട് തീർത്ത ഒരു ക്ലബ് ചിഹ്നം. വിജയൻ മേനോൻ്റെ കൈപ്പത്തിയിലെ ചിഹ്നം എസ്രാ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കൊലയാളിക്ക് എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. നഷ്ടപ്പെട്ട ആ 4 ജീവനുകളിൽ ഒരാളുടെ ബന്ധുവാകാം എഡ്ജ്, ആദർശ് ഊഹിച്ചു. വിജയൻ മേനോൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എഡ്ജ് അയച്ച പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആദർശ് തീരുമാനിച്ചു. 4 അക്കൗണ്ടിലേക്കും അയച്ച തുക വളരെ ചെറുതായിരുന്നു, ഓരോന്നിലും 100. പക്ഷേ ഈ ട്രാൻസ്ഫറുകൾ നടത്തിയതിൻ്റെ IP അഡ്രസ് പിന്തുടർന്നപ്പോൾ ഇത് നഗരത്തിലെ ഒരു പഴയ ഇൻ്റർനെറ്റ് കഫേയിൽ നിന്നാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആദർശ് ആ കഫേയിലേക്ക് തിരിച്ചു. കഫേയുടെ ഉടമസ്ഥൻ ഒരു വൃദ്ധൻ. താൻ ആരെയും ശ്രദ്ധിക്കാറില്ലെന്ന് ആദ്യം പറഞ്ഞു. എങ്കിലും ആദർശ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഓർത്തെടുത്തു. കഴിഞ്ഞ ആഴ്ച പാതിരാത്രിയോടടുത്ത് കറുത്ത ഹൂഡിയും മാസ്കും ധരിച്ച് ഒരാൾ വന്നിരുന്നു. അവൻ ഒരു പഴയ പിയാനോ സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു ഹെഡ്ഫോണിൽ. ആളുകൾ എപ്പോഴും കഫേയിൽ വരാറുണ്ടല്ലോ, അയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദർശ് ചോദിച്ചു. വൃദ്ധൻ മേശ തുടച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ കയ്യിൽ ഒരു ബോർഡ് ഗെയിം ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ അയാൾ അതിലെ ഒരു ചീട്ടെടുത്ത് കീശയിലിട്ടു. അതൊരു ചുവന്ന കാർഡായിരുന്നു. എഡ്ജ്, പിയാനോ സംഗീതം, ക്ലബ് ചിഹ്നം, പിന്നെ ചീട്ടുകളിയിലെ ഒരു ചുവന്ന കാർഡ്. ആദർശ് മനസ്സിൽ കുറിച്ചു. ക്ലബ് കറുത്ത കാർഡാണ്, പക്ഷേ ഇയാൾ എടുത്തത് ചുവന്ന കാർഡാണ്. ഒരു പക്ഷേ അടുത്ത ഇരയുടെ സൂചനയാക്കാം ഇത്. എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട മറ്റ് 3 ഓഹരി ഉടമസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാൻ ആദർശ് ഉടൻ തന്നെ ഓഫീസിലേക്ക് തിരികെ പോയി. വിജയൻ മേനോൻ ആദ്യത്തെ ഇര മാത്രമായിരിക്കാം. ഈ നിലയിലെ കളി തുടരുകയാണ്. വിജയൻ മേനോൻ്റെ ബിസിനസ് പങ്കാളിയായ ആ 3 പേർ ആരാണ്? എഡ്ജ് തിരയുന്ന ആ ചുവന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഇവരിൽ ആരെയായിരിക്കാം? എഡ്ജ് എന്ന നിഗൂഢ കൊലയാളി തൻ്റെ കളി തുടരുകയാണെന്ന് ആദർശം ബോധ്യമായി. വിജയൻ മേനോൻ്റെ മറ്റ് ബിസിനസ് പങ്കാളികളാണ് അടുത്ത ലക്ഷ്യം. എസ്രാ ബിൽഡിംഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട രേഖകൾ ആദർശ് വീണ്ടും പരിശോധിച്ചു. വിജയൻ മേനോൻ്റെ ഓഹരി പങ്കാളികളിൽ 3 പേരായിരുന്നു. രമേശ് നമ്പ്യാർ, നഗരത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി; സുകുമാരൻ, ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ; ഡോക്ടർ മീര മേനോൻ, അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ്. ഇൻ്റർനെറ്റ് കഫേയിൽ എഡ്ജ് എടുത്ത ചുവന്ന കാർഡ് ആയിരുന്നു ആദർശിൻ്റെ മനസ്സിൽ. ചീട്ടുകളിലെ ചുവന്ന കാർഡുകൾ ഹൃദയചിഹ്നവും ഡയമണ്ട് ചിഹ്നവും ആണ് സൂചിപ്പിക്കുന്നത്. ഹൃദയം ഒരു ഡോക്ടറെയും ഡയമണ്ട് ഒരു ബിസിനസ്സുകാരനെയും സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്, ആദർശ് ഊഹിച്ചു. വിജയൻ മേനോൻ്റെ ഓഹരി ഉടമകളിലെ ഏക വനിത ഡോക്ടർ മീര മേനോൻ ഒരു കാർഡിയോളജിസ്റ്റ് ആണെന്ന് ആദർശിന് ഒരു പ്രധാന സൂചനയായി തോന്നി. ആദർശ് ഉടൻ തന്നെ ഡോക്ടർ മീരയുടെ വീടും ക്ലിനിക്കും നിരീക്ഷിക്കാൻ ടീമിനോട് നിർദ്ദേശിച്ചു. അതിനുശേഷം എസ്രാ ബിൽഡിംഗ് തകരുന്നതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വീണ്ടും വായിച്ചു. തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ്, 2 ഓഫീസർ ജീവനക്കാരൻ, പിന്നെ ഒരു കൊറിയർ ഡെലിവറി ബോയ്. കൊറിയർ ബോയുടെ പേര് അനീഷ് എന്നായിരുന്നു. തീപിടുത്തം നടന്ന സമയത്ത് ഇയാൾ ഒരു പ്രധാനപ്പെട്ട രേഖയുമായി കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് കിംവദന്തികൾ പരന്നിരുന്നത് വിജയൻ മേനോൻ്റെ തീവെപ്പിന് തെളിവായിരുന്ന ആ രേഖ നശിപ്പിക്കാൻ വേണ്ടിയാണ് തീയിട്ടതെന്നായിരുന്നു. ഈ സമയത്ത് ആദർശിൻ്റെ മൊബൈൽ റിംഗ് ചെയ്തു. മറുവശത്ത് ഡോക്ടർ മീരയെ നിരീക്ഷിക്കാൻ പോയ ഓഫീസറായിരുന്നു. സർ, ഡോക്ടർ മീരയെ കാണാനില്ല. അവരുടെ ക്ലിനിക്കിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ഒരു പ്രശ്നമുണ്ട്. ആദർശ് തൻ്റെ ജീപ്പിൽ ഡോക്ടർ മീരയുടെ ആഡംബര ക്ലിനിക്കിലേക്ക് കുതിച്ചു. ക്ലിനിക്കിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ഒരു അസാധാരണമായ നിശബ്ദത. അവർ നേരെ ഡോക്ടർമാരുടെ പ്രധാന കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു. മുറിയിൽ ഡോക്ടർ മീരയില്ല. എന്നാൽ മുറിയുടെ നടുവിലായി സ്ഥാപിച്ചിരുന്ന മനുഷ്യൻ്റെ ഹൃദയം
മാതൃകയാക്കിയുള്ള ഒരു ചുവന്ന ശില്പം തറയിൽ ചിതറിക്കിടക്കുന്നു. ആദർശ് ശില്പത്തിൻ്റെ കഷ്ണങ്ങൾക്കിടയിൽ ഒരു വസ്തു കണ്ടു. ഒരു പോക്കറ്റ് വാച്ച്. അതിൻ്റെ ഡയൽ പൊട്ടിയിരിക്കുന്നു. വാച്ചിനുള്ളിൽ ചെറിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സമയം തെറ്റിയോടുന്ന ഹൃദയം, എണ്ണി തീർക്കുന്ന കണക്കുകൾ. ഹൃദയം, സമയം, കണക്കുകൾ, ഇതെല്ലാം ഡോക്ടർ മീരയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. ആദർശ് പെട്ടെന്ന് മുറിയിലെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തെത്തി. കമ്പ്യൂട്ടർ ഓണായിരുന്നു. മോണിറ്ററിൽ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരുന്നു. അത് ഡോക്ടർ മീരയെയാണ് കാണിച്ചത്. ഡോക്ടർ കസേരയിലിരിക്കുന്നു. പേടിച്ച ഭാവമാണ് മുഖത്ത്. പെട്ടെന്ന് ഫ്രെയിമിലേക്ക് കറുത്ത ഹൂഡി ധരിച്ച ഒരാൾ നടന്നു വന്നു. എഡ്ജ് ആണെന്ന് ആദർശ് മനസ്സിലായി. അയാൾ സംസാരിക്കുന്നില്ല. ഡോക്ടറുടെ മുന്നിൽ ഒരു ടേബിളിൽ അയാൾ സാവധാനം ഒരു വസ്തു വെച്ചു. അത് ഒരു ഡെക്ക് ചീട്ടിലെ ഹൃദയ ചിഹ്നമുള്ള ഒരു ചീട്ടായിരുന്നു. പിന്നാലെ വീഡിയോ അവസാനിച്ചു. കൊലയാളി ഡോക്ടർ മീരയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വിജയൻ മേനോൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ. മൃതദേഹം ഇവിടെ ഉപേക്ഷിക്കാതെ ഒരു സന്ദേശം മാത്രം ബാക്കി വെച്ച്. സമയം തെറ്റി ഓടുന്ന ഹൃദയം, മീരയുടെ ജീവൻ അപകടത്തിലാണ്. ആദർശ് ടീമിനോട് അലറി. അയാൾ തറയിൽ കിടന്ന പോക്കറ്റ് വാച്ച് എടുത്ത് പരിശോധിച്ചു. ഡയൽ പൊട്ടിയിരുന്നെങ്കിലും അതിൽ ഒരു സംഖ്യ വ്യക്തമായി എഴുതിയിരുന്നു: 3. വിജയൻ മേനോൻ്റെ കാര്യത്തിൽ 4 ആയിരുന്നു സൂചന. ഇപ്പോൾ 3. എഡ്ജ് തൻ്റെ കളിയുടെ സമയം മുന്നോട്ട് നീക്കുകയാണ്. ആദർശ് മനസ്സിൽ കുറിച്ചു. ഡോക്ടർ മീരയുടെ ജീവൻ രക്ഷിക്കാൻ ഈ 3 എന്ന സംഖ്യയുടെയും സമയം തെറ്റിയോടുന്ന ഹൃദയം എന്ന സന്ദേശത്തിൻ്റെയും രഹസ്യം ആദർശിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 3 എന്ന സംഖ്യ എന്തിനു സൂചിപ്പിക്കുന്നു? ഡോക്ടർ മീര എവിടെയായിരിക്കും?